വിദേശത്ത് ജോലി തേടി എങ്ങനെയും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടണമെന്നാണ് നമ്മുടെ നാട്ടിലെ പല യുവാക്കളുടെയും സ്വപ്നം. ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ ലക്ഷ്യമിട്ട് നിരവധി തട്ടിപ്പ് ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. ആലപ്പുഴ തഴവ സ്വദേശിയായ യുവാവിനെ തായ്ലാന്റിൽ ജോലി വാഗ്ദാനം നൽകിയാണ് കബളിപ്പിച്ചത്. തായ്ലാന്റിലേക്കെന്ന് പറഞ്ഞ് യുവാവിനെ കൊണ്ടുപോയത് കംബോഡിയയിലേക്കാണ്. അവിടെ തഴവ സ്വദേശി കനേഷിന് നേരിടേണ്ടി വന്നത് തൊഴിൽ ചൂഷണവും ക്രൂരമായ മർദ്ദനവും. കേസിൽ മലപ്പുറം നിലമ്പൂർ സ്വദേശിനി സഫ്നയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ യുവതിയുടെ നേതൃത്വത്തിൽ നിരവധി ചെറുപ്പക്കാരെ സാമ്പത്തിക തട്ടിപ്പിന് ഇരകളാക്കിയിട്ടുണ്ടെന്നാണ് വിവരം. വിദേശ ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയെടുത്ത ശേഷം യുവാവിനെ കംബോഡിയയിലേക്ക് കടത്തിയ കേസിലാണ് പ്രതിയെ ഓച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം നിലമ്പൂർ സ്വദേശി വിനീതിന്റെ ഭാര്യ സഫ്ന എന്ന 31-കാരിയാണ് പിടിയിലായത്. തഴവ സ്വദേശി കനീഷിന് തായ്ലാന്റിലെ കമ്പനിയിൽ ജോലി വാഗ്ദാനം നൽകി ഓൺലൈനിൽ അഭിമുഖം നടത്തിയ ശേഷം ഇവർ 1,20,000 രൂപ വാങ്ങി. പിന്നീട് യുവാവിനെ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി തായ്ലാന്റിൽ എത്തിച്ചു. തുടർന്ന് ഏജന്റുമാർ ഇയാളെ കംബോഡിയയിലേക്ക് കടത്തുകയായിരുന്നു. ഓൺലൈനിൽ തട്ടിപ്പ് നടത്തുന്ന കേന്ദ്രത്തിൽ എത്തിച്ച യുവാവിന് ഇതേ ജോലിയും വലിയ ടാർജറ്റുമാണ് നൽകിയത്. ടാർജറ്റ് പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് യുവാവിനെ ഏജന്റുമാർ ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചു. കനീഷിനെ നാട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞ് സഫ്ന യുവാവിന്റെ രക്ഷിതാക്കളിൽ നിന്ന് 1.5 ലക്ഷം രൂപ കൂടി വാങ്ങിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ബന്ധുക്കൾ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകിയ ശേഷമാണ് യുവാവിനെ നാട്ടിലെത്തിച്ചത്. നാട്ടിലെത്തിയ യുവാവ് ഓച്ചിറ പോലീസിന് നൽകിയ പരാതിയെ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇവർ സമാന രീതിയിൽ മറ്റിടങ്ങളിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കായംകുളം.